ഏഷ്യനെറ്റിന്റെ ഫോക്കസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ ഒരു കൂട്ടം മലയാളികൾ നടത്തുന്ന ഒരു മൈഗ്രേഷൻ ആൻഡ് ലീഗൽ ഫേമിനെ പറ്റിയാണ്. ഫ്ലൈവേൾഡ് പേര് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് ഒരു പതിറ്റാണ്ടിലേറെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്യാൻ, അതായത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലീഗൽ ഫേമാണ് ഫ്ലൈവേൾഡ്. ഇന്ന് 10,000 PR ഇൻവിറ്റേഷനുകൾ നേടിക്കൊടുത്ത ഒരു അത്യുഗ്ര നേട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഫ്ലൈവേൾഡിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഫ്ലൈവേൾഡിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്കൊപ്പം ചേരുന്നത് ഫ്ലൈവേൾഡ് COO പ്രിൻസ് ജേക്കബ് എബ്രഹാം സർ ആൻഡ് പ്രിൻസിപ്പൽ സോളിസിറ്റർ ആൻഡ് മൈഗ്രേഷൻ ലോയർ ദിസ് ഇസ് താര നമ്പൂതിരി. വെൽക്കം മാം ആൻഡ് സ്റ്റാർട്ട് ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദിസ് ബിഗ് അച്ചീവ്മെന്റ്. ഇങ്ങനൊരു വലിയ അച്ചീവ്മെന്റിൽ നിൽക്കുമ്പോൾ of course we need to hear from you. What is ഫ്ലൈവേൾഡിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ? Thanks Ishan for giving such opportunity for us. നമുക്ക് ഇപ്പം 2025 നമ്മൾ ഓൾമോസ്റ്റ് 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്ത ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ ഫ്ലൈവേൾഡിലോട്ട് നോക്കുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. 2012 ഫ്ലൈവേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫ്ലൈവേൾഡ് കൺസിസ്റ്റ് വിത്ത് ട്രാവൽ ഏജൻസി, റെമിറ്റൻസ്, മണി ട്രാൻസ്ഫർ, ഒരു ദിവസം ഒരു 300-ലധികം ക്ലയൻസിനെ ഡയറക്ട്ലി സെർവ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫ്ലൈവേൾഡ് മണി. പിന്നെ നമുക്കൊരു ഫ്ലൈവേൾഡ് അക്കൗണ്ടിംഗ് ഫേം ഉണ്ട്, ദ ടോട്ടൽ എന്നാണ് നമ്മളത് നെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഹോം ലോൺ സെഷൻ ഉണ്ട്. പിന്നെ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ്. അതുകൂടാണ്ട് ഫ്ലൈവേൾഡിന് FCL ലോയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടിക് ലോ ഫോം ഉണ്ട്, ഡീലിംഗ് വിത്ത് ഓൾ ലീഗൽ മാറ്റേഴ്സ് ലൈക്ക് ഫാമിലി ലോ, പ്രോപ്പർട്ടി സെറ്റിൽമെന്റ്, കൺവൈൻസിങ്. അപ്പം ഓസ്ട്രേലിയയിലുള്ള പൊതുജനങ്ങൾക്ക് എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും ഫ്ലൈവേൾഡിലൂടെ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്ലൈവേൾഡിന് ഓസ്ട്രേലിയയിൽ 5 ഓഫീസാണുള്ളത്: മെൽബൺ, സിഡ്നി, അഡ്ലെയ്ഡ്, ഗോൾഡ് കോസ്റ്റ് ആൻഡ് ബ്രിസ്ബെയിൻ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഫ്ലൈവേൾഡിന് കറന്റ്ലി ഓഫീസ് ഉള്ളത്. പിന്നെ നമുക്ക് ഇന്ത്യയിലോട്ട് നോക്കിയെങ്കിൽ ഇന്ത്യയിൽ കൊച്ചി, കോട്ടയം, ട്രിവാൻഡ്രം ആൻഡ് ബാംഗ്ലൂർ. പിന്നെ മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുബായ് ആണ് നമ്മുടെ റീജിയണൽ ഹബ്. GCC റീജിയൻ്റെ റീജിയണൽ ഹബ് ദുബായ് ആണ്. ദുബായിൽ ഓഫീസുണ്ട്. പിന്നെ അബുദാബി, സൗദി അറേബ്യ, കുവൈറ്റ്, അതാണ് നമ്മുടെ GCC ഓഫീസ്. ആൻഡ് നമുക്ക് യൂറോപ്പിൽ വന്നാൽ UK ചേംസ്ഫോർഡിൽ നമ്മുടെ വെരി റീസെന്റ് ഓഫീസ്, റിനോവേറ്റഡ് ഓഫീസ് നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതത്രയുമാണ് ഫ്ലൈവേൾഡിന്റെ ഒരു ഗ്ലോബൽ പ്രസൻസ് കറന്റ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഓഫീസുകളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറയുന്നത് നമ്മൾ 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിനാണ് നമ്മൾ സോഫാ സെർവ് ചെയ്യുന്നത്. ഈ ക്ലയൻസിന് അവരുടെ ടൈം സോണിൽ അവർക്കൊരു അവരുടെ സർവീസ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ത്രൂ ഓൾ ദീസ് ഇന്റർനാഷണൽ ഓഫീസസ്. താങ്ക് യു. അനദർ ഇമ്പോർട്ടന്റ് പേഴ്സൺ താര മാമിലേക്ക് പോവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പ്രിൻസിൽ നിന്ന് നമ്മൾ അറിഞ്ഞു. ഇനി ഈ ഒരു സ്കിൽ മൈഗ്രേഷന്റെ കാര്യം പറയുമ്പോൾ വാട്ട് ആർ ദ കറന്റ് ട്രെൻഡ്സ്? അതായത് സ്കിൽ മൈഗ്രേഷന്റെ കേസിൽ എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ആപ്ലിക്കൻസ് എന്താണ് ഒക്കുപേഷൻസ് ഇൻ ഡിമാൻഡ് അവർ അറിഞ്ഞിരിക്കേണ്ടത്? സ്കിൽഡ് മൈഗ്രേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ്, അതായത് SOL ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഓക്യുപ്പേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറിയിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങളതൊരു വലിയൊരു ലിസ്റ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഓക്യുപ്പേഷൻസ്, എസ്പെഷ്യലി ദോസ് ഹു ആർ ഫ്രം ഇന്ത്യ, നമുക്ക് IT റിലേറ്റഡ് ഓക്യുപ്പേഷൻസിന് ഓസ്ട്രേലിയയിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ബൈ 2030 1.3 മില്യൺ IT പ്രൊഫഷണൽസാണ് ഓസ്ട്രേലിയക്ക് വേണ്ടത്. ഈ IT പ്രൊഫഷണൽസ് എന്ന് പറയുമ്പം അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ബിസിനസ് അനലിസ്റ്റ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി, AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓക്യുപ്പേഷൻസ് ഉണ്ട്. ഈ വളരെ റീസെൻ്റായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഈ AI റിലേറ്റഡ് ഓക്യുപ്പേഷൻസിന് വളരെയധികം ഡിമാൻഡ് ഉണ്ട്. നെക്സ്റ്റ് ഇയർ 2026 ഓസ്ട്രേലിയക്ക് 46,000 പീപ്പിളിനെ വേണമെന്നാണ് ഓസ്ട്രേലിയ പറഞ്ഞത്, ഇന്ന് IT പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ, ഇഫ് യു മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദിസ് ഇസ് ചെക്കിങ് ഇഫ് യു ആർ എലിജിബിൾ ഓർ നോട്ട്. കാര്യം എലിജിബിൾ അല്ലാതെ ഈ ഒരു പ്രോസസ്സിൽ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ IT പ്രൊഫഷണൽസിന് ക്വാളിഫിക്കേഷൻ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഓസ്ട്രേലിയ, ക്വാളിഫിക്കേഷൻ +2 ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. അതായത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു IT പ്രൊഫഷണൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ എന്ത് ജോബാണ് ആ 2 ഇയർ ചെയ്തത്, എന്ത് ജോബ് ഡ്യൂട്ടീസ് ആണെന്നുള്ളതും മാറ്ററാണ്. പിന്നെ നമുക്ക് മെനി ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ്. ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയേഴ്സിനായിരുന്നു. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഓക്യുപ്പേഷൻസ്, ലൈക്ക് എഞ്ചിനീയേഴ്സ് തന്നെ ആവണമെന്നില്ല, ട്രേഡ് ഓക്യുപ്പേഷൻസ് ആകാം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഓസ്ട്രേലിയക്ക് വേണ്ടതുകൊണ്ട് ഒരുപാട് ട്രേഡ് ഓക്യുപ്പേഷൻസ്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ട്രേഡ് ഓക്യുപ്പേഷൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഹെൽത്ത് കെയർ ഓക്യുപ്പേഷൻസ്. അതിനകത്ത് രജിസ്റ്റേർഡ് നഴ്സസ് മാത്രമല്ല, പലതരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോളജി, ഫിസിയോതെറാപ്പി, സൈക്കോളജി, അങ്ങനെ പലതരത്തിലുള്ള ഓക്യുപ്പേഷൻസിനും ഓസ്ട്രേലിയയിൽ ഡിമാൻഡ് ഉണ്ട്. സോ ഈ രജിസ്റ്റേർഡ് നഴ്സിന്റെ കാര്യം പറയുമ്പോൾ പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ
ഒരുപാട് കേട്ടിട്ടുണ്ട് ഫ്ലൈവേൾഡ് ത്രൂ ആഫ്ര രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക്. അപ്പൊ എന്താണ് നഴ്സുമാർക്ക് വേണ്ടി നിങ്ങൾ എസ്പെഷ്യലി ചെയ്ത് കൊടുക്കുന്നത്? സോഫാർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 7,500-ലധികം ആഫ്ര രജിസ്ട്രേഷൻസ് ഫ്ലൈവേൾഡ് ടീമിന് മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ നഴ്സുമാരെ, എക്സ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരെ, മിഡിൽ ഈസ്റ്റിലുള്ള നഴ്സുമാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നഴ്സിന് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് രജിസ്ട്രേഷൻ വേണം. അതിൽ കുറെ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സെൽഫ് അസസ്മെന്റ്, എൻക്ലിസാർ, ഓസ്കി ടെസ്റ്റ്, ഇതിനുള്ള ഒരു ട്രെയിനിങ് സെന്റേഴ്സ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ദുബായിലും അതുപോലെ കൊച്ചിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നഴ്സ് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്താൽ നമ്മുടെ ടീമിൽ അത് ഡെഫിനറ്റ്ലി അസിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പെഷ്യലി പ്രഗത്ഭരായ കോച്ചുമാരും എല്ലാം ഉണ്ട്. സോ വി മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ കാൻഡിഡേറ്റ് ഇവിടെ വന്ന് ഓസ്കി പാസ് ആകുമെന്ന് ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. പെർഫെക്റ്റ്. അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. നമ്മളിപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് നമുക്ക് ഓസ്ട്രേലിയയിൽ പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരുപാട് മൈഗ്രൻസ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ദേ നീഡ് ടു എക്സ്പെക്ട് ദിസ് ഫിനാൻഷ്യൽ ഇയർ, ഓർ വാട്ട് ദേ നീഡ് ടു നോ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് മൈഗ്രേഷൻ? നമ്മൾ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ സെയിം നമ്പർ ഓഫ് കോട്ട 185,000 ആണ് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഇൻവിറ്റേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ പ്രോസസ്സ് തുടങ്ങുക. നമ്മൾ ഇന്ന് തുടങ്ങിയാൽ നാളെ കിട്ടുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ടും ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ പ്രോസസ്സ് നമ്മൾ സ്കിൽ അസസ്മെൻറ്റ് മുതൽ സ്റ്റേറ്റ് നോമിനേഷൻ, സ്റ്റേറ്റിൽ, അതായത് ഓസ്ട്രേലിയയിലുള്ള സ്റ്റേറ്റ്സിൻ്റെ നോമിനേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ തന്നെ 2 കാറ്റഗറി ഓഫ് വിസയുണ്ട്, 190 ആൻഡ് 491. പല സ്റ്റേറ്റ്സിനും പല തരത്തിലുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. പുട്ട് യുവർ ബെസ്റ്റ് ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഇടുക. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻ ഇൻവിറ്റേഷൻ. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് അതോറിറ്റീസിൽ നിന്നോ നമുക്കൊരു ഇൻവിറ്റേഷൻ ലഭിക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഫോർ അസ് ടു അപ്ലൈ ഫോർ ദ വിസ. അപ്പം ഈ ഒരു നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കിട്ടുന്ന നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, പിന്നീട് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പെർഫെക്റ്റ്. സോ നമ്മളിപ്പോൾ ഒരുപാട് മൈഗ്രൻസ് പല കൺസൾട്ടൻസിയെ ചേസ് ചെയ്യുന്നതായിട്ട് അറിയാം. നമ്മൾ അവരുടെ ഫയൽ ഇൻ പ്രോഗ്രസ്സിലാണ്. സോ ഏതെങ്കിലും ഒരു XYZ കൺസൾട്ടൻസി ചൂസ് ചെയ്യുന്നതും ഫ്ലൈവേൾഡിനെ പോലെയുള്ള ഒരു ലീഗൽ ഫേം ചൂസ് ചെയ്യുന്നതും, വെൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ആൻഡ് ഹൗ യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ദാറ്റ്? നമ്മൾ ഈ ഒരു ഡിഫറൻസ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ റെപ്രസെൻറ്റേഷനും ഒരു ഏജൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണുള്ളത്. ഒരു ഏജന്റ് എന്ന് പറയുമ്പോൾ ഏജന്റ് ഇസ് എ പേഴ്സൺ ദാറ്റ് ടേക്സ് പേപ്പർ ഓർ എനിത്തിങ് ഫ്രം എ പർട്ടിക്കുലർ പേഴ്സൺ ടു ഗിവ് ഇറ്റ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. അതാണല്ലോ നമ്മുടെ ഏജന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ലീഗൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ലീഗലി ഒരാൾ ഓൺ ബിഹാഫ് ഓഫ് പർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ ലീഗലി റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് അവർക്ക് വേണ്ടിയുള്ള ലീഗൽ സബ്മിഷൻസ്, അവർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്, എന്തുകൊണ്ട് വൈ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ മസ്റ്റ് ബി ഗിവൺ ആൻ ഇൻവിറ്റേഷൻ ഓർ വൈ ദിസ് പർട്ടിക്കുലർ പേഴ്സൺ മസ്റ്റ് ബി ഗിവൺ എ വിസ എന്നുള്ള ലീഗൽ സബ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് അതർ അതോറിറ്റീസിന് കൊടുക്കുന്നതാണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലോയേഴ്സ് സോ ഫാർ we have been getting a lot of positive outcomes, a lot of visas, because we are legally representing people. So നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ there would be a legal submission associated with it to show what is written in the legislation. എന്തായിരുന്നു ഈ ലെജിസ്ലേഷനിൽ, നിയമം എന്താണ്, ആ നിയമം എന്തുകൊണ്ട് വന്നു, അതെന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിനകത്ത് നമുക്ക് കൂടുതൽ റിസൾട്ട്സ് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഫ്ലൈവേൾഡിൽ മോർ ദാൻ 200 രജിസ്റ്റേർഡ് ലോയേഴ്സ് വർക്കിംഗ് ആണ്. ദർ ഓൾ എക്സ്പേർട്സ് ഇൻ ദിസ് ഏരിയ ഓഫ് മൈഗ്രേഷൻ ലോ. സോ ദാറ്റ്സ് ഹൗ വി ക്യാൻ മേക്ക് ദിസ് റിസൾട്ട്. സോ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് ഓഫീസേഴ്സ്, UAE, ഇന്ത്യ, ഓസ്ട്രേലിയ, ഒരുപാട് സ്ഥലങ്ങളിൽ ഓഫീസേഴ്സ് ഉണ്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ അറിഞ്ഞു. സോ ജസ്റ്റ് എ സ്മോൾ അഡ്വൈസ് ടു ദി ജനറേഷൻ ഹു ഈസ് വില്ലിംഗ് ടു ഫ്ലൈ ആൻഡ് ഹു ഈസ് എസ്പെഷ്യലി വില്ലിംഗ് ടു മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ. ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് അപ്പ് ദെയർ മൈൻഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദേ നീഡ് ടു ഡിസൈഡ് എന്ത് വിസ പാത്വേ ആണ് ഞാൻ നോക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു പർട്ടിക്കുലർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ കോൺടാക്ട് വൺ ഓഫ് അവർ ഓഫീസേഴ്സ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഒരേ ടൈപ്പ് ഓഫ് വിസ കാറ്റഗറിക്ക് ആയിരിക്കില്ല എലിജിബിൾ. ചിലപ്പോൾ സ്കിൽഡ് മൈഗ്രേഷൻ തന്നെ ആകണമെന്നില്ല, അവർ സ്റ്റുഡൻറ്റ് വിസയിലേക്കായിരിക്കാം അവർക്ക് എലിജിബിൾ. എന്നാൽ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വരണമെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം, എങ്ങനെ നമുക്ക് അതെങ്ങനെ PR-ലോട്ട് ലീഡ് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള അഡ്വൈസ് ആദ്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ഡിസപ്പോയിൻമെൻറ്റ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ make up your mind and contact one of our office. അതാണ് പറയാനുള്ളത്. Thank you, ma'am. Thank you. Thank you. Thank you.